ഏതായാലും ആഗോള ആഭ്യന്തര വിപണികളെ സംബന്ധിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമ്മളോടൊപ്പം ഷെയർ ചെയ്യാനായിട്ട് പതിവ് പോലെ എത്തുന്നത് ഇൻ ഹൗസ് എക്സ്പെർട്ട് പ്രദീപ് ചന്ദ്രശേഖരൻ സാറാണ്. സാർ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദി ഷോ. Morning, Anla. Morning, viewers. Yes. സർ, US സൂചികളിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്നലെ ഒരു മിക്സഡ് പെർഫോമൻസ് ആയിരുന്നു പ്രധാനമായിട്ടും കണ്ടത്. പ്രത്യേകിച്ച് അവരുടെ CPI ഡേറ്റ വന്നിട്ടുണ്ടായിരുന്നു. താരിഫിൻ്റെയൊക്കെ ഒരു ഇമ്പാക്റ്റ് നേരിയ തോതിലെങ്കിലും CPI പണപ്പെരുപ്പ കണക്കുകൾ ഉണ്ടാകുന്നെന്നാണ് പല അനലിസ്റ്റുകളും പറഞ്ഞു വയ്ക്കുന്നത്. ഇൻഡെക്സുകളിലേക്ക് എത്തുകയാണ് എന്നുണ്ടെങ്കിൽ ഡൗ ജോൺസിൽ 500ഓളം പോയിൻറ്റ്സിൻ്റെ ഒരു ഇടിവാണ് കണ്ടത്. S&P 500-ലും 0.5% ഇടിവാണ് കാണാൻ സാധിച്ചത്. നാസ്ഡാക്ക് ആകട്ടെ ഒരു ഫ്ലാറ്റ് ടു പോസിറ്റീവ് ടോണിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. പല കമ്പനികളുടെയും റിസൾട്ട് കൂടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അമേരിക്കൻ വിപണികളെ സംബന്ധിച്ച് ഇനി മുന്നോട്ടേക്കുള്ള താങ്കളുടെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്താണ്? നമ്മൾ ഡൗ ജോൺസ് ഇൻഡെക്സ് ആൻഡ് നാസ്ഡാക്ക് ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും നമുക്ക് നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ആയിരുന്നു കഴിഞ്ഞ ആഴ്ച 2 ഇൻഡെക്സും നമുക്ക് നൽകിയത്. ബട്ട് ഇന്നലെ എസ്പെഷ്യലി ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ വളരെ സ്ട്രോങ് ആയിട്ട് ഒരു സെല്ലിംഗ് ആയിരുന്നു കാണാൻ സാധിച്ചത്. അതിനെ തുടർന്ന് ആ ഒരു ബുള്ളിഷ് സെറ്റപ്പ് റിവേഴ്സ് ചെയ്തു പോകാൻ നല്ലൊരു പോസിബിലിറ്റി കാണുന്നുണ്ട്. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻസ് അമേരിക്കൻ വിപണിയിൽ ഉണ്ടെങ്കിൽ 43,950 പോയിന്റ് സപ്പോർട്ട് വളരെ കെയർഫുൾ ആയിട്ട് വാച്ച് ചെയ്യണം. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഓൾമോസ്റ്റ് ഒരു 1000 മുതൽ 1500 കറക്ഷൻ നമുക്ക് ഡൗ ജോൺസ് ഇൻഡെക്സിൽ പ്രതീക്ഷിക്കാം. ഈ ഒരു ബെയറിഷ്നെസ് നെഗേറ്റ് ചെയ്തു പോകണമെങ്കിൽ 44,500 പോയിന്റ് മുകളിൽ ഡൗ ജോൺസ് ഇൻഡെക്സ് ചെയ്യണം. ഇന്ന് ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ കുറവായിട്ട് കാണുന്നത്. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ നമുക്ക് ഇതിലൊരു ഗ്യാപ്പണിങ് പുതിയൊരു ഓൾ ടൈം ഹൈ ആയിരുന്നു കാണാൻ സാധിച്ചത്. ബട്ട് ആ ഒരു നേട്ടം ഒന്നും തന്നെ നാസ്ഡാക്ക് ഇൻഡെക്സിന് നിലച്ചില്ല ആൻഡ് ഒരു അല്പം വീക്കായിട്ടായിരുന്നു ക്ലോസ് ചെയ്തത്. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ നമുക്ക് ഓൾറെഡി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 22,500 പോയിന്റ് സപ്പോർട്ടായിരിക്കണം നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. കമ്മോഡിറ്റി മാർക്കറ്റിലേക്ക് വരുമ്പോഴേക്കും ബ്രെന്റ് ആണെങ്കിലും ശരി, WTI ക്രൂഡ് ആണെങ്കിലും ശരി, നിലവിൽ വളരെ ഫ്ലാറ്റ് ആയൊരു ടോണിലാണ് ട്രേഡിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. തിങ്കളാഴ്ച ഉണ്ടായൊരു ഇടിവിൽ അതിൻ്റെ ഒരു ലോ ലെവൽസിൽ തന്നെയാണ് കഴിഞ്ഞ 2 ദിവസമായിട്ടും ക്രൂഡ് കൺസോൾഡേറ്റ് ചെയ്തിരിക്കുന്നത്. ക്രൂഡിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ക്രൂഡിന്റെ കേസിൽ നമുക്ക് ട്രെൻഡിൽ ഒരു മാറ്റവും കാണാൻ സാധിക്കുന്നില്ല. വീണ്ടും സൈഡ് വേസ് ആയി തന്നെ ട്രെൻഡ് തുടരുന്നുണ്ട്. നമ്മൾ ഇന്നത്തെ ട്രേഡിലെ WTI ക്രൂഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസിൽ $68 മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തു വരും. അതേസമയം നമ്മുടെ കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ $65 സപ്പോർട്ടായിരിക്കണം നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ഗോൾഡിലേക്ക് എത്തുകയാണെങ്കിൽ ഗോൾഡിനെ സംബന്ധിച്ചിട്ടും ആ ഒരു സൈഡ് വേസ് മൂവ്മെൻറ്റ് തന്നെയാണ് ഇന്നും കണ്ടിന്യൂ ചെയ്യുന്നത്. വളരെ ഫ്ലാറ്റ് ആയിട്ടൊരു ടോണിൽ ട്രോയ് ഔൺസിന് $3,328 എന്നൊരു നിലയിലാണ് നിലവിൽ ട്രേഡിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഗോൾഡിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? സ്വർണത്തിന്റെ കേസിലും ട്രെൻഡിൽ ഒരു മാറ്റവും കാണാൻ സാധിക്കുന്നില്ല. $3,395 ആയിരിക്കും മേജർ റെസിസ്റ്റൻസ് ആയിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ മാത്രം നമുക്ക് പുതിയൊരു ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. നമുക്ക് കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ $3,280 നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ആഭ്യന്തര വിപണിയിലേക്ക് വരുമ്പോൾ ഇന്നലെ കഴിഞ്ഞ 4 ട്രേഡിംഗ് സെഷൻസിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു സ്ട്രോങ് ക്ലോസ് നടത്താനായിട്ട് നിഫ്റ്റി 50ക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. 113 പോയിൻറ്റ്സിന് ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് രേഖപ്പെടുത്തിക്കൊണ്ട് 25,195.8 എന്നൊരു നിലയാണ് ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ഡേ ഹൈ എന്ന് പറയുന്നത് 25,245.2 എന്നൊരു നിലയുമാണ്. ഇന്നലെ ഉണ്ടായ അപ്സൈഡ് മൂവ്മെൻറ്റ് വിപണിയെ സംബന്ധിച്ച് താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുക? ഇതൊരു ഷോർട്ട് കവറിംഗ് ആയിട്ട് മാത്രം കണക്കാക്കേണ്ടതുണ്ടോ? അല്ല, നിഫ്റ്റി 50യുടെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് കഴിഞ്ഞ ഒരു 5-6 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിച്ചിരുന്നു. സോ ഇന്നലെ കണ്ടിരിക്കുന്ന ആ ഒരു റിക്കവറി ഇസ് അറ്റ് ദ മൊമെന്റ് ഓൺലി എ ഷോർട്ട് കവറിംഗ്. നമ്മൾ ഇപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 25,400 പോയിന്റ്. ആ ഒരു റെസിസ്റ്റൻസിന് മുകളിൽ തുടർച്ചയായിട്ട് 2 ദിവസമെങ്കിലും ക്ലോസ് ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് വീണ്ടും ഒരു ബുള്ളിഷ് ട്രെൻഡ് കൺഫേം ചെയ്യാൻ സാധിക്കും. നിഫ്റ്റി ബാങ്കിലേക്ക് കൂടി വരികയാണ്. നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ചിട്ടും ഓൾമോസ്റ്റ് നിഫ്റ്റിക്ക് സമാനമായ തരത്തിലൊരു മൂവ്മെൻ്റ് ആയിരുന്നു നിഫ്റ്റി ബാങ്കിലും കണ്ടത്. 57,665 എന്ന നിലയിൽ 241.3 പോയിൻറ്റ്സിൻ്റെ ഒരു മുന്നേറ്റത്തിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി ബാങ്കിലുള്ള താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. കഴിഞ്ഞ ഒരു 5-8 ട്രേഡിംഗ് സെഷൻസ് ആയിട്ട് നമുക്കൊരു കൺസോൾട്ടേഷനാണ് കാണാൻ സാധിക്കുന്നത്.
അപ് ട്രെൻഡ് ലഭിക്കണമെങ്കിൽ 57,400 പോയിന്റ് റെസിസ്റ്റൻസിന് മുകളിൽ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് ക്ലോസ് ചെയ്യണം. അറ്റ് ദിസ് മൊമെന്റ് നിഫ്റ്റി ബാങ്കിങ് സ്റ്റോക്സിൽ ഷോർട്ട് പൊസിഷൻസ് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക. ഇന്നലെ മികച്ച മുന്നേറ്റം നടത്തിയൊരു സെക്ടർ എന്ന് പറയുന്നത് നിഫ്റ്റിയുടെ ഓട്ടോ ആയിരുന്നു. 1.5%, 1.5% മുന്നേറ്റത്തിലായിരുന്നു നിഫ്റ്റി ഓട്ടോ ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. തുടക്കം മുതൽ നിഫ്റ്റിക്ക് ശക്തമായിട്ടൊരു സപ്പോർട്ട് നൽകി വന്നൊരു സെക്ടർ കൂടിയായിരുന്നു നിഫ്റ്റി ഓട്ടോ. നിഫ്റ്റി ഓട്ടോയിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? നിഫ്റ്റി ഓട്ടോ സെക്ടറിൽ അണ്ടർടോൺ കണ്ടിന്യൂസ് ടു ബി ബുള്ളിഷ്. കഴിഞ്ഞ ഒരു 2-3 ആഴ്ചകളായിട്ട് ഷോർട്ട് ടേം കൺസോൾട്ടേഷൻ ഓൾ ടൈം ഹൈഡ് വളരെ അടുത്തായിരുന്നു ഈ കൺസോൾട്ടേഷൻ നടന്നു വരുന്നത്. നമ്മളിപ്പോൾ മേജർ റെസിസ്റ്റൻസ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ടത് 24,200 പോയിന്റ് റെസിസ്റ്റൻസ് ആയിരിക്കണം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നിഫ്റ്റി ഓട്ടോയിൽ നമുക്ക് വലിയൊരു മുന്നേറ്റം കാണാൻ സാധിക്കും. ബട്ട് ഈ ഓട്ടോ സെക്ടറിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് കാർ സ്റ്റോക്സിലൊന്നും കാര്യമായിട്ട് ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചിട്ടില്ലായിരുന്നു. ഇറ്റ് വാസ് മെയിൻലി ദ 2-വീലർ സ്റ്റോക്സ്. ഇന്നലെ ഹീറോ മോട്ടോഴ്സ് അതുപോലെ തന്നെ ബജാജ് ഓട്ടോ ആൻഡ് TVS മോട്ടോഴ്സിലൊക്കെ ശക്തമായിട്ട് ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചു. ഇതിൽ എസ്പെഷ്യലി എടുത്തു പറയാനുള്ളത് ഇറ്റ് ഈസ് ദ മൂവ്മെന്റ് ഇൻ ഹീറോ മോട്ടോഴ്സ്. സർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലത്തെ ഒരു ടോപ്പ് ഗെയിനറായിട്ട് മാറിയ ഒരു ഓഹരി എന്ന് പറയുന്നത് ഹീറോ മോട്ടോ കോർപ്പായിരുന്നു. ഹീറോ മോട്ടോ കോർപ്പിനെ സംബന്ധിച്ചിട്ട് ഓൾമോസ്റ്റ് ഒരു 3% മുകളിലൊരു മുന്നേറ്റം നൽകിക്കൊണ്ടായിരുന്നു ക്ലോസിംഗ് നടത്തിയത്. ഇൻട്രാഡേയിൽ 4% മുകളിലേക്കൊക്കെ കുതിക്കുന്ന ഒരു കാഴ്ചയും കണ്ടിരുന്നു. ഹീറോ മോട്ടോ കോർപ്പിലുള്ള തങ്ങളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? ഹീറോ മോട്ടോഴ്സിന്റെ കേസിൽ കഴിഞ്ഞ ഒരു 2 മാസങ്ങളായിട്ട് ഒരു കൺസോൾട്ടേഷൻ നടക്കുകയായിരുന്നു. 4,100, 4,500 ഇടയ്ക്കായിരുന്നു ഈ കൺസോൾട്ടേഷൻ. ഇന്നത്തെ ആ ഒരു സ്ട്രോങ് ക്ലോസിനെ തുടർന്ന് 4,500 രൂപയുടെ തൊട്ട് താഴെയായിരുന്നു ക്ലോസിംഗ് വന്നിരിക്കുന്നത്. ആസ് ഇൻവെസ്റ്റേഴ്സ് നമ്മൾ ഈ 4,500 റെസിസ്റ്റൻസ് ആയിരിക്കും ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നമുക്ക് ശക്തമായിട്ട് ഒരു അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിക്കും. ഹീറോ മോട്ടോഴ്സിൽ അറ്റ് ദ മൊമെന്റ് നമ്മൾ ഷോർട്ട് പൊസിഷൻസ് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യണം. അടുത്തതായിട്ട് BSEയുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. BSEയെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് ജൂലൈ 14, ജൂലൈ 15 ദിവസങ്ങളിലായിട്ട് ഈ ഒരാഴ്ച തുടങ്ങിയതിന് ശേഷം വളരെ ശക്തമായിട്ടുള്ളൊരു മുന്നേറ്റമാണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും ബെഞ്ച് മാർക്ക് ഇൻഡെക്സും സെക്ടർ ബ്രോഡർ മാർക്കറ്റ് പരിശോധിക്കുമ്പോഴും വളരെ കാര്യമായിട്ടൊരു മൂവ്മെൻറ്റ് ഇന്നലെ ദിവസം മാറ്റുന്നതിൽ കാര്യമായിട്ടൊരു അപ്സൈഡ് മൂവ്മെൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ആ ദിവസങ്ങളിൽ പോലും 3% മുകളിലൊരു മുന്നേറ്റം നിലനിർത്തിക്കൊണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് സാധിച്ച ഓഹരിയായിരുന്നു BSE എന്ന് പറയുന്നത്. BSEയിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? അല്ല, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ഇസ് ബുള്ളിഷ്. ബട്ട് ഷോർട്ട് ടേമിൽ നമുക്ക് ജൂൺ മാസത്തിന് ശേഷം പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരുന്നു കാണാൻ സാധിച്ചത്. അതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറിയിട്ടുണ്ട്. ഷോർട്ട് ടേം ട്രെൻഡ് വീണ്ടും ബുള്ളിഷായി മാറണമെങ്കിൽ 2,700 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അറ്റ് ദിസ് പോയിന്റ് എനിക്ക് തോന്നുന്നില്ല എളുപ്പത്തിന് ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിക്കുമെന്ന്. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 2,400 രൂപയിലായിരിക്കണം സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. സർ അടുത്തതായിട്ട് ബ്രൈറ്റ്കോം ഗ്രൂപ്പ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. ഒരു സ്മോൾ ക്യാപ് സ്പേസിലുള്ള ഓഹരി കൂടിയാണ് ബ്രൈറ്റ്കോം എന്ന് പറയുന്നത്. ഇന്നലെ വളരെ ശക്തമായിട്ടൊരു ഇടിവായിരുന്നു ഈ ഒരു ഓഹരിയിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു ഏകദേശം 5.02% ഇടിവിലാണ് ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ബ്രൈറ്റ്കോം ഗ്രൂപ്പിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അല്ല, ബ്രൈറ്റ്കോം ഗ്രൂപ്പിന് ഒത്തിരി മാനേജ്മെന്റ് പ്രോബ്ലംസ്, ഒത്തിരി ഇഷ്യൂസ് ഉള്ള ഒരു കമ്പനിയാണ് ബ്രൈറ്റ്കോം. ആൻഡ് കഴിഞ്ഞ 2 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് പെട്ടെന്ന് ഈ സ്റ്റോക്കിൽ വലിയൊരു കുതിപ്പ് കാണാൻ സാധിച്ചിരുന്നു. ആൻഡ് അതിനെ തുടർന്ന് വീണ്ടും ഈ സ്റ്റോക്കിൽ ഇന്നലെ മിഞ്ഞാന്നൊക്കെ നമുക്ക് മാനിപ്പുലേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. ഇത്തരം സ്റ്റോക്സിൽ നമ്മൾ പൂർണ്ണമായിട്ടും ട്രേഡിംഗ് അവോയ്ഡ് ചെയ്യണം. ഇറ്റ്സ് വെരി റിസ്കി, വെരി ഡേഞ്ചറസ്. ഈ സ്റ്റോക്കിൽ പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ല സ്ട്രാറ്റജി. അടുത്തായിട്ട് PSP പ്രൊജക്ട്സ് എന്ന ഓഹരിയുമായി ബന്ധപ്പെട്ട താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. ഇന്നലത്തെ ഒരു ഇൻട്രാഡേ പരിശോധിക്കുകയാണെങ്കിൽ 6% മുകളിലൊരു മുന്നേറ്റം നൽകിയൊരു ഓഹരി കൂടിയാണ് PSP പ്രൊജക്റ്റ് എന്ന് പറയുന്നത്. തിങ്കളാഴ്ചത്തെ ദിവസം ജൂലൈ 14-ാം തീയതിയും 2.5% മുകളിലൊരു മുന്നേറ്റം നടത്തിയിട്ടുണ്ടായിരുന്നു. PSP പ്രൊജക്ട്സ് ഓഹരികളുള്ള താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? PSP പ്രോജക്ട്സ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് കാര്യമായിട്ട് ഈ സ്റ്റോക്കിൽ ട്രേഡിംഗ് ലിക്വിഡിറ്റി കാണാൻ സാധിക്കുന്നില്ല. എങ്കിലും ജൂൺ മാസത്തിന് ശേഷം ഈ സ്റ്റോക്കിൽ ഒത്തിരി ബൈയിങ് ഇൻട്രസ്റ്റ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് കഴിഞ്ഞ 2 ട്രേഡിംഗ് സെഷൻസിൽ കിട്ടിയ നേട്ടത്തിനെ തുടർന്ന് ഈ സ്റ്റോക്ക് ഇസ് ട്രേഡിംഗ് വെരി ക്ലോസ് ടു ദ ഓൾ ടൈം ഹൈ. സോ ഈ സ്റ്റോക്ക് നമുക്കൊരു പുതിയ ഓൾ ടൈം ഹൈ നൽകാൻ നല്ല ചാൻസസ് കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാം.
ബട്ട് പുതിയ ലോങ് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ല സ്ട്രാറ്റജി. ഈ സ്റ്റോക്കിൽ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്ന മേജർ സപ്പോർട്ട് 780 മുതൽ 800 രൂപ വരെ. അടുത്തതായിട്ട് ഗ്രാവിറ്റ ഇന്ത്യയിലുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. ഗ്രാവിറ്റ ഇന്ത്യയെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ ജൂൺ 30 മുതൽ ഇങ്ങോട്ടേക്ക് പരിശോധിക്കുമ്പോഴേക്കും തുടർച്ചയായിട്ട് നഷ്ടത്തിൽ അവസാനിച്ച ഒരു ഓഹരി കൂടിയാണ് ഗ്രാവിറ്റ ഇന്ത്യ. എന്നാൽ അതേസമയം കഴിഞ്ഞ ഒരു 2 ആഴ്ച മുന്നത്തെയുള്ള പല ബ്രോക്കറേജുകളുടെ റിപ്പോർട്ടും പരിശോധിക്കുമ്പോഴേക്കും ഒരു ബൈക്കോൾ നേടിയ ഓഹരി കൂടിയായിരുന്നു ഗ്രാവിറ്റ ഇന്ത്യ. ഗ്രാവിറ്റ ഇന്ത്യയിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി ഗ്രാവിറ്റയുടെ കേസിൽ കഴിഞ്ഞ 11 മാസമായിട്ട് നമുക്ക് വീക്ക്നെസ് കാണാൻ സാധിക്കുന്നത്. ഇതിന്റെ ഓൾ ടൈം ഹൈ 2700 രൂപ കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിലായിരുന്നു നമുക്ക് നൽകിയത്. അതിനുശേഷം കണ്ടിന്യൂസ്ലി ഈ സ്റ്റോക്കിൽ നമുക്ക് സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിക്കുന്നത്. അറ്റ് ദ മൊമെന്റ് ഈ സ്റ്റോക്കിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. നമുക്ക് ഇതിന്റെ ബോട്ടം കണ്ടു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കിൽ തൽക്കാലം ലോങ് പൊസിഷൻസ് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക. ഇതിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ 2100 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അറ്റ് ദിസ് പോയിന്റ് ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവായിട്ടാണ് കാണുന്നത്. സർ, അതിനൊപ്പം തന്നെ സ്വാൻ ഡിഫൻസ് ആൻഡ് ഹെവി ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്ന ഓഹരിയുമായി ബന്ധപ്പെട്ടൊരു വ്യൂ കൂടിയാണ് ചോദിക്കുന്നത്. അതിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും ഇന്നലെ ഒരു അപ്പർ സെക്യൂട്ടിലായിരുന്നു ഓഹരി ക്ലോസ് ചെയ്തിട്ടുണ്ട്. തുടർച്ചയായിട്ട് അപ്പർ സെക്യൂട്ടിലാണ് ഈ ഒരു ഓഹരി ക്ലോസ് ചെയ്തിരിക്കുന്നത്. സ്വാൻ ഡിഫൻസിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഏതെങ്കിലും തരത്തിലുള്ള മാനിപ്പുലേഷൻ ഈ ഒരു ഓഹരിയിൽ ഫീൽ ചെയ്യുന്നുണ്ടോ? സോ സ്വാൻ ഡിഫൻസിന്റെ കേസിലും ഞാൻ നേരത്തെ ഇന്ന് ബ്രൈറ്റ് കോമിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. വളരെ സിമിലർ ആയിട്ട് ഒരു പാറ്റേൺ കാണാൻ സാധിക്കുന്നത്. ഇൻഫാക്ട് ഈ സ്റ്റോക്ക് നോക്കുമ്പോഴേക്കും ഈ ജനുവരി മാസം മുതൽ ഓൾമോസ്റ്റ് എല്ലാ ട്രേഡിംഗ് സെഷൻസിലും ഈ സ്റ്റോക്ക് അപ്പർ സർക്യൂട്ടിൽ ക്ലോസിംഗ് നടത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ സ്റ്റോക്കിൽ മാനിപ്പുലേഷൻ നടക്കുന്നുണ്ട്. നമ്മൾ ഇത്തരം സ്റ്റോക്സിൽ ട്രേഡിംഗ് ആൻഡ് ഇൻവെസ്റ്റിംഗ് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ല സ്ട്രാറ്റജി. സർ, അടുത്തതായിട്ട് റെയിൽവേ സെഗ്മെന്റിലുള്ള RVNL ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. RVNLനെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തിരിക്കുന്നത് വളരെ ഫ്ലാറ്റ് ആയിട്ടൊരു ടോണിലായിരുന്നു ക്ലോസ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസമായി ജൂൺ 26 മുതൽ ഇങ്ങോട്ടേക്ക് പരിശോധിക്കുമ്പോഴേക്കും കാര്യമായിട്ടത് മുന്നേറ്റം നടത്താത്ത ഒരു ഓഹരി കൂടിയാണ് RVNL എന്ന് പറയുന്നത്. RVNLലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? RVNLന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 375 നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ നടക്കണമെങ്കിൽ 405 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. സർ, അടുത്തതായിട്ട് റീന്യൂബിൾ എനർജി സെഗ്മെന്റിലേക്കാണ് വരുന്നത്. ആദ്യത്തേത് സുസ്ലോൺ തന്നെയാണ് വരുന്നത്. സുസ്ലോണിനെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും ഇന്നലത്തെ ഒരു ക്ലോസിംഗ് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് ടോൺ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഓൾമോസ്റ്റ് ഒരു 2.5% ഒരു അധികം ഒരു മുന്നേറ്റം റിപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു സ്ട്രോങ് ക്ലോസിംഗ് നടത്താനായിട്ട് സുസ്ലോണിന് സാധിച്ചിട്ടുണ്ട്. സുസ്ലോണിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അല്ല, സുസ്ലോണിലോട്ട് വരുന്നതിന് മുൻപ് എൻ്റെ അടുക്കെ RVNLനെ കുറിച്ച് ചോദിച്ചിരുന്നു. ബട്ട് റെയിൽവേ സെഗ്മെന്റിൽ നിന്നും കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് എൻ്റെ ശ്രദ്ധ വന്നിരിക്കുന്നത് ഇറ്റ് ഇസ് ടിറ്റാഗർ. ഇന്നലെ ഇതേ ഫോർത്തിൽ ഞാൻ ടിറ്റാഗറിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. ടിറ്റാഗർ വീണ്ടും ഇന്നലെ ഒരു സൈഡ് വേസ് പാറ്റേൺ ആയിരുന്നു കാഴ്ചവെച്ചത്. ബട്ട് 965, 975 ഈ ഒരു റേഞ്ചിൽ വളരെ സ്ട്രോങ് റെസിസ്റ്റൻസ് കാണുന്നുണ്ട്. മൈ എക്സ്പെക്ടേഷൻ താമസിക്കാതെ ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെടും. ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നമുക്ക് വളരെ ലോ റിസ്ക് ആയിട്ട് ഒരു ബൈയിങ് അവസരം ഈ സ്റ്റോക്കിൽ ലഭിക്കും. സുസ്ലോണിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് സൈഡ് വേസ്, ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി തന്നെ തുടരുന്നു. നമ്മൾ ഈ സ്റ്റോക്കിന്റെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും കറന്റ് ലെവൽസിൽ ഒരു പൊസിഷൻ എടുക്കാൻ സാധിക്കും. ഇതിന്റെ മേജർ റെസിസ്റ്റൻസ് ഇമീഡിയറ്റ് ആയിട്ട് ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ 68 രൂപ, അതിനുശേഷം 72 രൂപ, അതിനുശേഷം 75 രൂപ. സർ, അടുത്തായിട്ട് ഐനോക്സ് വിൻഡിലുള്ള ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. ഐനോക്സ് വിൻഡിനെ സംബന്ധിച്ച് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഇടിവിലേക്കായിരുന്നു ഓഹരി നീങ്ങിയിട്ടുണ്ടായിരുന്നത്. ഒരുപക്ഷെ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഓൾമോസ്റ്റ് ഒരു ജൂൺ 20 മുതൽ ഇങ്ങോട്ടേക്ക് നേടിയ നേട്ടമെല്ലാം തന്നെ ഇന്നലത്തെ ഒരു ഇൻട്രാഡേയിൽ കൈവിട്ടൊരു സ്ഥിതിയാണ് കാണുന്നത്. 6.5% മുകളിലൊരു ഇടിവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഐനോക്സ് വിൻഡിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഐനോക്സ് വിൻഡിന്റെ കേസിൽ കഴിഞ്ഞ ജൂൺ മാസത്തിന് ശേഷം ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി മാറിയിരുന്നു. സ്റ്റോക്കിന് വളരെ സ്ട്രോങ് ഒരു റെസിസ്റ്റൻസ് 180 രൂപയിലുണ്ടായിരുന്നു. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ആൻഡ് ഇന്നലത്തെ ആ ഒരു വീക്ക് ക്ലോസിനെ തുടർന്ന് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി മാറിയിട്ടുണ്ട്. നമ്മുടെ ഏറ്റവും നല്ല സ്ട്രാറ്റജി കറന്റ് ലെവൽസിൽ ലോങ് പൊസിഷൻസ് കംപ്ലീറ്റ്ലി വൈൻഡ് അപ്പ് ചെയ്യുക, പുതിയ ലോങ് പൊസിഷൻസ് തൽക്കാലം അവോയ്ഡും ചെയ്യുക.
അഗ്രികൾച്ചർ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള ചില സ്റ്റോക്സിലേക്കാണ് എത്തുന്നത്. അതിൽ ആദ്യത്തേത് മദ്രാസ് ഫെർട്ടിലൈസേഴ്സുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. ഓഹരിയെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത് 1.5% മുകളിലൊരു മുന്നേറ്റം രേഖപ്പെടുത്തിക്കൊണ്ടാണ്. മദ്രാസ് ഫെർട്ടിലൈസേഴ്സിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? അല്ല, മദ്രാസ് ഫെർട്ടിലൈസറിന്റെ കേസിൽ കഴിഞ്ഞ 2 മാസങ്ങളായിട്ട് നമുക്കൊരു സൈഡ് വേസ് പാറ്റേൺ കാണാൻ സാധിക്കുന്നത്. ഈ സ്റ്റോക്കിന് 85 രൂപയിൽ വളരെ സ്ട്രോങ് സപ്പോർട്ട് ഉണ്ട്. ആൻഡ് അറ്റ് ദ സെയിം ടൈം വളരെ സ്ട്രോങ് റെസിസ്റ്റൻസ് 97 രൂപയിലും കാണുന്നുണ്ട്. 97ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് ഇതിലൊരു ട്രെൻഡ് റിവേഴ്സൽ സ്ഥിരീകരിക്കാൻ സാധിക്കത്തുള്ളൂ. ബട്ട് മദ്രാസ് ഫെർട്ടിലൈസേഴ്സിനോടൊപ്പം തന്നെ ഇന്നലെ ഞാൻ സ്റ്റഡി ചെയ്ത മറ്റൊരു സ്റ്റോക്ക് ആയിരുന്നു ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽസ്, കൊച്ചി ബേസ്ഡ് FACT. ആൻഡ് FACTയുടെ കേസിൽ ഇന്നലെ ശക്തമായിട്ടൊരു ബൈയിങ് ഇൻട്രസ്റ്റ് വീണ്ടും കാണാൻ സാധിച്ചിരുന്നു. FACTയുടെ കേസിൽ ഒരു ട്രെൻഡ് റിവേഴ്സലിന് നല്ല പോസിബിലിറ്റി കാണുന്നുണ്ട്. നമ്മൾ ഈ ആഴ്ച ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 1000 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഈ സ്റ്റോക്കിൽ 10% നേട്ടമെങ്കിലും ഷോർട്ട് ടേമിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തതായിട്ട് ഗോകുൽ അഗ്രോ റിസോഴ്സ് ലിമിറ്റഡ് എന്നൊരു സ്മോൾ ക്യാപ് കമ്പനിയിലേക്കാണ് വരുന്നത്. ഓഹരിയെ സംബന്ധിച്ചിട്ട് ഇന്നലെ ഒരു 1.39% ഒരു നേട്ടം നൽകിയിരുന്നു എങ്കിൽ പോലും കഴിഞ്ഞ ഡിസംബറിലായിരുന്നു ഈ ഒരു ഓഹരിക്ക് ഒരു 52 വീക്ക് ഹൈ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചത്. അതിനുശേഷം മറ്റ് പല സെക്ടേഴ്സിലും ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് ഉണ്ടായിട്ട് പോലും ഒരു കാര്യമായിട്ടുള്ളൊരു ആ ഒരു ലെവലിലേക്ക് ഉയരാനായിട്ട് ഈ ഒരു ഓഹരിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഗോകുൽ അഗ്രോ ആൻഡ് റിസോഴ്സ് ലിമിറ്റഡിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? So Gokul Agro is a small cap stock and കഴിഞ്ഞ ഏപ്രിൽ മാസത്തിന് ശേഷം ഈ സ്റ്റോക്കിൽ ഗ്രാജുവൽ ആയിട്ട് ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. സ്റ്റോക്കിന്റെ ഒരു പ്രോബ്ലം ഞാൻ കാണുന്നത് കാര്യമായിട്ട് ട്രേഡിംഗ് ലിക്വിഡിറ്റി ഇല്ല. സോ അൺലെസ് നമ്മൾ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം പുതിയ ലോങ് പൊസിഷൻസ് എടുക്കാൻ ശ്രമിക്കുക. ഇതിന്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് കാണുന്നത് 335 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീട് കാണുന്ന മേജർ റെസിസ്റ്റൻസ് 360 മുതൽ 370 രൂപയുടെ റേഞ്ചിൽ. സർ, അടുത്തതായിട്ട് PNBയിലുള്ള ഒരു വ്യൂ കൂടിയാണ് ചോദിക്കുന്നത്. PNBയെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോഴേക്കും ഇന്നലെ പബ്ലിക് സെക്ടർ ബാങ്ക്സ് ഒക്കെ തന്നെ വളരെ ശക്തമായിട്ടൊരു മുന്നേറ്റം, ഒരു ഔട്ട് പെർഫോമൻസ് ആയിരുന്നു നിഫ്റ്റി ബാങ്കിനെ അപേക്ഷിച്ച് നടത്തിയിട്ടുണ്ടായിരുന്നത്. PNBയെ സംബന്ധിച്ചിട്ടും 1.5%-1.25% ഒരു മുന്നേറ്റം രേഖപ്പെടുത്താനായിട്ടും സാധിച്ചിട്ടുണ്ട്. പഞ്ചാബ് നാഷണൽ ബാങ്കിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? PNBയുടെ കേസിൽ അണ്ടർടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി തുടരുന്നു. ഇതിന്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് കഴിഞ്ഞ മാസം നമുക്ക് നൽകിയ ഒരു 52 വീക്കായി 114-115 റേഞ്ചിലായിരിക്കും. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ വീണ്ടും നമുക്ക് ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിക്കും. അടുത്തതായിട്ട് DCX സിസ്റ്റം എന്ന ഓഹരിയുമായി ബന്ധപ്പെട്ടൊരു വ്യൂ ആണ് ചോദിക്കുന്നത്. പ്രധാനമായിട്ടും ഇലക്ട്രിക്കൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനി കൂടിയാണ്. ഇന്നലെ വളരെ ഫ്ലാറ്റ് ആയിട്ടൊരു ടോണിലായിരുന്നു ട്രേഡിംഗ് അവസാനിപ്പിച്ചത്. ഇന്നലെ മാത്രമല്ല, ജൂലൈ 8 മുതൽ ഇങ്ങോട്ടേക്ക് പരിശോധിക്കുമ്പോഴൊക്കെ ഒരു ഇടിവിലാണ് ഈ ഒരു ഓഹരി ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. DCX സിസ്റ്റത്തിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? DCX സിസ്റ്റംസ് വീണ്ടും ഇറ്റ്സ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് ഈ സ്റ്റോക്കിന്റെ കേസിലും കാണുന്ന പ്രോബ്ലം കാര്യമായിട്ട് ട്രേഡിംഗ് ലിക്വിഡിറ്റി ഒന്നും തന്നെ ഇല്ല. ഈ സ്റ്റോക്ക് അറ്റ് ദ മൊമെന്റ് കൺസോൾട്ടേഷൻ നടത്തി വരുന്നത് 290-300 ഈ ഒരു റേഞ്ചിലാണ് ട്രേഡിംഗ് കൺസോൾട്ടേഷൻ നടത്തി വരുന്നത്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ 275 രൂപയിൽ ഒരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ആ ഒരു സ്റ്റോപ്പ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡിൽ വീണ്ടും നമുക്ക് വീക്ക്നെസ് കാണാൻ സാധിക്കും. നമുക്കിതിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കണമെങ്കിൽ 310 റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. സർ, അടുത്തായിട്ട് ആരതി ഇൻഡസ്ട്രീസുമായി ബന്ധപ്പെട്ടൊരു വ്യൂ ആണ് ചോദിക്കുന്നത്. ആരതി ഇൻഡസ്ട്രീസ് ഇന്നലെ 2% നേട്ടത്തിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആരതി ഇൻഡസ്ട്രിയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ആർത്തി ഇൻഡസ്ട്രിയുടെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി തന്നെ തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 425 നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഈ സ്റ്റോക്കിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കണമെങ്കിൽ 480 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. സർ, ഒപ്പം തന്നെ ഷിപ്പ് ബിൽഡിംഗ് ഓഹരികളിലുള്ള താങ്കളുടെ ഒരു വ്യൂ കൂടി പങ്കുവെക്കാമോ? നമുക്ക് ഇന്നലെ വീണ്ടും ഗാർഡൻ റീച്ച്, മാസഗോൺ ആൻഡ് കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ കേസിൽ നമുക്കൊരു സെല്ലിംഗ് പ്രഷർ കാണാൻ സാധിച്ചിരുന്നു.
ബട്ട് ഗാർഡൻ റീച്ചിന്റെ സ്പെസിഫിക് കേസ് എത്തുമ്പോഴേക്കും 2600 രൂപ വളരെ സ്ട്രോങ് ആയിട്ട് ഒരു സപ്പോർട്ട് ബേസ് ആണ്. സോ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആഴ്ച ഈ ഒരു സപ്പോർട്ട് നിലനിർത്താൻ സാധിക്കുന്നുണ്ടോ എന്ന് സ്ഥിരീകരിക്കണം. ബട്ട് ഈ സ്റ്റോക്കിൽ അറ്റ് ദ മൊമെന്റ് നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റിയും കാണാൻ സാധിക്കുന്നില്ല. 2950 3000 മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് പുതിയ ലോങ് പൊസിഷൻസ് എടുക്കാൻ ഒരു അവസരം ലഭിക്കത്തുള്ളൂ. കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ കേസിലും 1910 1920 ഇസ് എ മേജർ സപ്പോർട്ട്. ആ ഒരു സപ്പോർട്ട് ഇന്നും നാളെയൊക്കെ നിലനിർത്താൻ സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ സ്ഥിരീകരിക്കണം. ഈ സ്റ്റോക്കിൽ നമുക്കൊരു ബൈയിങ് ട്രിഗർ ലഭിക്കണമെങ്കിൽ 2090 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. മാസിഡോൺ ഡോക്കിന്റെ കേസിൽ അഗെയിൻ 3050 രൂപ ഇസ് എ മേജർ സപ്പോർട്ട്. ആൻഡ് ഈ ഒരു സ്റ്റോക്കിൽ നമുക്കൊരു ട്രെൻഡ് റിവേഴ്സൽ ഒരു ബൈയിങ് ട്രിഗർ ലഭിക്കണമെങ്കിൽ 3300 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. സോ ഇന്നത്തെ മാർക്കറ്റിൽ ഇൻ ടുഡേസ് സെഷൻ എനിക്ക് തോന്നുന്നില്ല ഷിപ്പ് ബിൽഡിംഗ് സ്റ്റോക്സിൽ നമുക്കൊരു പുതിയ ബൈയിങ് അവസരം ലഭിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒപ്പം തന്നെ ജിയോ ഫിനാൻഷ്യൽ സർവീസിലുള്ള ഒരു വ്യൂ കൂടിയാണ് ചോദിക്കുന്നത്. ജിയോ ഫിനെ സംബന്ധിച്ചിട്ട് നാളെ കമ്പനിയുടെ റിസൾട്ട് വരാനിരിക്കുകയാണ്. ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത് 0.66% ഒരു മുന്നേറ്റത്തിലുമാണ്. ഒപ്പം തന്നെ ബ്ലാക്ക് റോക്കുമായിട്ട് ചേർന്നിട്ട് ഒരു ഡിസ്കൗണ്ട് ബ്രോക്കിങ്ങിലേക്ക് കൂടി കടക്കുന്നുള്ള അപ്ഡേറ്റ്സ് കൂടി എത്തുന്നുണ്ട്. ജിയോ ഫിനുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ജിയോഫിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. ബട്ട് 315 നമ്മളൊരു സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. ഇൻ ടുഡേസ് മാർക്കറ്റ് നമ്മൾ പുതിയ ലോങ് പൊസിഷൻസ് എടുക്കാൻ ശ്രമിക്കരുത്. കാര്യം നാളെ റിസൾട്ട് വരുന്നതിനെ തുടർന്ന് നമുക്ക് ഒത്തിരി വോളറ്റിലിറ്റിക്ക് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. ഇതിന്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്നത് 340 340 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് ഈ സ്റ്റോക്കിൽ താമസിക്കാതെ തന്നെ പുതിയൊരു ഓൾ ടൈം ഹൈ തന്നെ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. IT സ്പേസുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ബ്ലാക്ക് ബോക്സ് ലിമിറ്റഡ് എന്ന ഓഹരിയിലേക്കാണ് അടുത്തടുത്ത് താങ്കളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. ഇന്നലെ ഓൾമോസ്റ്റ് ഒരു 3% നേട്ടം നൽകിക്കൊണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് ബ്ലാക്ക് ബോക്സിൻ്റെ ഓഹരികൾക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. 14-ാം തീയതിയും ശക്തമായിട്ട് ഒരു അപ്സൈഡ് മൊമെൻറ്റം നിലനിർത്താനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. ബ്ലാക്ക് ബോക്സിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ബ്ലാക്ക് ബോക്സിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാം. 500 രൂപയിലായിരിക്കാം നമ്മൾ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന ഇമീഡിയറ്റ് 2 റെസിസ്റ്റൻസിൽ 560 അതിനുശേഷം 580. ഈ 2 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഈ സ്റ്റോക്കിൽ വലിയൊരു മുന്നേറ്റം ഷോർട്ട് ടേമിൽ നമുക്ക് പ്രതീക്ഷിക്കാം. സർ, ഒപ്പം തന്നെ അമരരാജ എനർജിയിലുള്ള താങ്കളുടെ ഒരു വ്യൂ കൂടിയാണ് ചോദിക്കുന്നത്. അമരരാജ എനർജിയിലുള്ള താങ്കളുടെ ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടൈം വിലയിരുത്തൽ എന്താണ്? അമരരാജയുടെ കേസിൽ കഴിഞ്ഞ 2-3 മാസങ്ങളായിട്ട് നമുക്ക് നിഫ്റ്റി 50 അപേക്ഷിച്ച് അണ്ടർ പെർഫോമൻസ് കാണാൻ സാധിക്കുന്നത്. ലോങ് ടേം ട്രെൻഡ് ബെയറിഷായി തുടരുന്നു. ബട്ട് ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയി മാറിയിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 920 രൂപയിലായിരിക്കാം നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഇതെല്ലാം നമുക്കൊരു ബൈ ട്രിഗർ ലഭിക്കണമെങ്കിൽ 1100 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അറ്റ് ദിസ് പോയിന്റ് എനിക്ക് തോന്നുന്നില്ല ആ ഒരു റെസിസ്റ്റൻസ് എളുപ്പത്തിന് ബ്രേക്ക് ചെയ്യാൻ സാധിക്കുമെന്ന്. ഏതായാലും താങ്ക് യു സോ മച്ച് പ്രദീപ് സാർ, ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചിലവഴിച്ചതിന്. ഏതായാലും ഇന്നത്തെ നമ്മുടെ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള ഒരു സമയമായിരിക്കുകയാണ്. പ്രേക്ഷകരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ഇവിടെ നൽകിയിരിക്കുന്ന ഇൻഫർമേഷൻസ് ഒന്നും തന്നെ ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല, പകരം എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് ഈ പ്രോഗ്രാംസ് ഒക്കെ തന്നെ ഇൻഫർമേഷൻസ് ഒക്കെ തന്നെ എത്തിച്ചിരിക്കുന്നത്. നിക്ഷേപം നടത്തുന്നതിന് മുമ്പ് കൃത്യമായ പഠനങ്ങൾക്ക് ശേഷവും ഒരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റിൻ്റെ അഡ്വൈസിന് ശേഷവും മാത്രം നടത്തുക. ഏതായാലും ഇന്നത്തെ മാർക്കറ്റ് പ്രസൻറ്റ് ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അല്പസമയത്തിനകം പ്രീ മാർക്കറ്റ് അപ്ഡേറ്റും ഒപ്പം തന്നെ മാർക്കറ്റ് ഓപ്പണിംഗ് ഡീറ്റെയിൽസും ഒക്കെ ആയിട്ട് മാർക്കറ്റ് സ്ക്രീനിൽ വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺഡ്.